കറി കേട്ടെ. അവളാരെയും ഫോൺ വിളിക്കും. അവളേത് സമയം ഫോണില്ല. അത് അവളുടെ ജോലിയുടെ ഭാഗമല്ലേ മോളെ. ആർക്കറിയാം. എന്താ ചെയ്യാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ ഫോൺ വിളിച്ച് ആരുടെങ്കിലും കൂടെ പോവാണ്ട് നീ നോക്കിക്കോ. അയ്യോ, അമ്മ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ തമാശ പറഞ്ഞതാ. ഓക്കെ സാർ, ഞാനത് ഫോളോ അപ്പ് ചെയ്തേക്കാം. സാർ ആ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്തേക്കാവോ? ഓക്കെ സാർ, താങ്ക് യു. സർക്കാർ ഉദ്യോഗസ്ഥനായ ജാനില്ലാത്ത തിരക്കാണല്ലോ ഈ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നിനക്ക്. അതെ ചേച്ചി, ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കേ അവർ പണിയെടുത്തില്ലെങ്കിലും മാസം അവരുടെ ശമ്പളം കൃത്യമായിട്ട് അക്കൗണ്ട് വരും. ഞങ്ങൾ പാവം പ്രൈവറ്റ് കാർഡുകാരെ അങ്ങനെയല്ല. പണിയെടുത്തില്ലേ ജോലി പോകും. ഈ ഒരുങ്ങി കെട്ടി പോണേന് വല്ല ഗുണണ്ടാ? ഇവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ മൊത്തം സേവിങ്സ് അല്ലേ. ഇപ്പോഴത്തെ ചെലവിന് ചെയ്യേണ്ട ശമ്പളം തന്നെ ധാരാളം. ഇക്കാലത്ത് രണ്ടുപേര് ജോലി ചെയ്ത് തന്നെ കിട്ടുന്ന ശമ്പളം തികയുന്നില്ല. ആണോ? എന്നാ പിന്നെ ചേച്ചി ഒരു ജോലിക്ക് ശ്രമിക്കാത്ത എന്തായിരുന്നു? ഒന്നില്ലേലും ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പാവം ചേട്ടന് ഒരു സഹായം ആവത്തില്ലേ? നീ കഴിച്ചു കഴിഞ്ഞോ? എന്നാ പെട്ടെന്ന് ഇറങ്ങി സമയമായി. മോളെ കഴിഞ്ഞ് കൈ കഴിക്കും കേട്ടോ. എടി, വെറുതെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കരുത്. വല്ലപ്പോഴും എന്തെങ്കിലും ഒന്ന് പഠിക്കണം കേട്ടാ. മതിയോ മോക്ക്? അമ്മ ഞാൻ ഇറങ്ങുവാണേ, വൈകിട്ടാ. തള്ളേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ ആങ്ങളെ കല്യാണം കഴിച്ചൊന്നും അവളെ എനിക്ക് ഒരു ഭരിക്കാനെന്ന് പറയേണ്ട ആവശ്യമില്ല. അതിന് അവളൊന്നും പറഞ്ഞില്ലല്ലോ ജലജ. നിങ്ങളിത് പൊട്ടം കളിക്കണോ? അവൾ പറഞ്ഞിട്ട് പോയൊന്നും കേട്ടില്ലേ? അവൾ ഉരുളയ്ക്ക് പേര് എന്നോട് പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനിവിടെ വലിഞ്ഞു കയറുന്നു വന്ന് നിൽക്കണതല്ല. നിങ്ങളെ പോലെ നിങ്ങളെ മോളുടെ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ഗതിയോടൊന്നും എനിക്കില്ല. കൊട്ടാരം പോലത്തെ വീടാണ് എനിക്ക് അവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. അല്ല ഇങ്ങനെയൊക്കെ പറയാ, ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ലേ? അതെ, ഇതെന്റെ ആങ്ങളുടെ വീടാണ്. ഞാൻ പലതും പറയും, അതിനുള്ള അധികാരം എനിക്കുണ്ട്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ആങ്ങൾക്കും എനിക്കും ഇവിടെ അധികാരമുള്ളൂ. നിങ്ങൾ വലിഞ്ഞു കയറി വന്നതാ, അതും മറക്കാണ്ടിരുന്ന നിങ്ങൾക്ക് നല്ലത്. അതെ, നിങ്ങൾ തുണി അലക്കുമ്പോൾ ഇതും കൂടി ഒന്ന് അലക്കിടണം. ഞാൻ ഇന്ന് അലക്കണില്ല ജലതേ, വല്ലത്ത് തലവേദന. വല്ലത് വലിച്ചു വാരി തിന്നിട്ടാവും. ഞാൻ തലവേദനയ്ക്കുള്ള ഗുളിക തരാം. അവിടെ ഭയങ്കര വെയിലല്ലേ ഇപ്പൊ അലക്കാൻ? അതിന് നിങ്ങൾ അലക്കല്ലുമ്പോൾ പോയി കഴുകണ്ട. വാഷിംഗ് മെഷീൻ ഇല്ലേ, അവിടെ കഴുകിയാൽ മതി. അതിലൊന്നും ഇവിടെ എനിക്ക് അറിയത്തില്ല. വേണ്ട കാര്യമൊന്നും മോള് പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് സാരില്ല. ഇവിടെ വാ, ഞാൻ പഠിപ്പിച്ചുതരാം. വാ വാ. അല്ല, ഇതൊരു ചോറായില്ലേ? മണി 12:30 ചോറിപ്പാവും, കറിയൊന്നും ആയിട്ടില്ല. അല്ല, നിങ്ങൾ എന്താ ചെയ്തോണ്ടിരുന്നത് ഇത്ര നേരം? മോരേറി അച്ചാറും ഉണ്ട്, വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ പൊരിച്ചിട്ട് ചോറ്. മുട്ട പൊരിച്ച് ചോറുണ്ടാനാ? ഇവിടെ സ്പെഷ്യൽ ഒന്നുമില്ലേ? മോ ഇന്നലെ വന്നപ്പോ മീൻ വാങ്ങിച്ചോണ്ട് വന്നില്ല. അയ്യോ, നിങ്ങൾ ഉദ്യോഗസ്ഥ മോളില്ലേ, അവൾക്ക് എന്താ മീൻ മേടിച്ചോണ്ടാൻ പറ്റില്ലേ? ഞാനിവിടെ ദാരിദ്ര്യം കിടക്കണം പറഞ്ഞുണ്ടല്ലോ, എന്റെ ഭർത്താവ് എന്നെ ചീത്ത പറയും. എനിക്ക് തലവേദന ആയോണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ എന്നും 11 മണിക്ക് എല്ലാം വേവിച്ച് വെക്കുന്നതല്ലേ ജലജ. നിങ്ങൾക്ക് എന്നും വയ്യായാണല്ലോ, ജോലി എടുക്കാൻ ബുദ്ധിമുട്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഇറങ്ങിപ്പോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ജലജ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണ? എനിക്ക് ഒന്നാമതൊരു ഒരു വീടുണ്ട്. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ആയോണ്ടല്ലേ ജയനും മോളും ഇങ്ങനെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തിരിച്ചു പോയി. അതെ, കിടന്ന് ചെണുങ്ങാണ്ട് എവിടെയെങ്കിലും ഇറങ്ങിപ്പോ. അവരൊന്ന് വന്നോട്ടെ, ഞാൻ പൊയ്ക്കോളാം. വിശന്നിട്ടും വയ്യ, ഈ തള്ളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. വല്ല സിക്കും എന്തെങ്കിലും ഓർഡർ ചെയ്ത് തിന്നാം. അമ്മേ, പനി കുറവുണ്ടോ അമ്മേ? കുറച്ച് കുറവുണ്ട്. ചൂടൊന്നുമില്ല. മോള് മീൻ കൊണ്ടുവന്നാ? അമ്മ കിടന്നു, അത് ഞാൻ കറി വെച്ചോളാം. ഞാൻ കാര്യം പറയട്ടാ. എന്താ അമ്മേ? ഞാൻ വീട്ടിലോട്ടൊന്ന് പോയാലോ എന്ന് ആലോചിക്കണം. എന്തിനു? അവിടെ ചെന്ന് അച്ഛൻ്റെ തറയിൽ തിരിയൊക്കെ കത്തിച്ച് വെച്ച് അവിടെ ഒന്ന് വൃത്തിയൊക്കെ ആക്കാമല്ലോ. അതിപ്പോ അല്ലേ തന്നെ ആകെ മാറാലും കയറി കാട് പിടിച്ച് കിടക്കുക. ചേട്ടൻ പറയുന്നത് അത് മൊത്തം വൃത്തിയാക്കി ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാന്ന്.
അത് വേണ്ട മോളെ, ഞാൻ ഇനി അവിടെ നിന്നോളാം. അതൊന്ന് വൃത്തിയാക്കിയാൽ മതിയല്ലോ ആരെങ്കിലും കൊണ്ട്. അല്ലെങ്കിൽ തന്നെ അതങ്ങ് മുടിഞ്ഞു പോകും, ആളില്ലാതായിപ്പോയ. അമ്മയ്ക്ക് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അമ്മയ്ക്കിവിടെ എന്തെങ്കിലും മടുത്തോ? അമ്മ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്താ അമ്മേ? എന്താ ചേച്ചി വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അമ്മേ എന്നെ വെറുതെ കള്ളം പറയല്ലേ. എന്താ നടന്നേന്ന് പറഞ്ഞേ? അമ്മയ്ക്ക് ഇതൊക്കെ എനിക്ക് ആദ്യമേ പറയാറുന്നില്ലേ? വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട്. മോളിത് ചോദിക്കാനൊന്നും നിൽക്കണ്ട. ജയനെ നമ്മൾ നോക്കണ്ടേ? ഞാനായിട്ടൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. പക്ഷെ അവരെന്നെ കൊണ്ട് അത് പറയിപ്പിക്കും. മോളെന്തേടി? അവൾ നേരത്തെ ഇറങ്ങിട്ടോ. അമ്മ ഇരിക്കും. വേണ്ട മോളെ, ഞാൻ പിന്നെ കഴിച്ചോളാം. ആ ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല. മരുന്ന് കഴിക്കാനുള്ളതല്ലേ. അമ്മ ഇരുന്നേ. അമ്മേ, രാത്രി ദോശ തന്നെയാണോ? രാവിലെയും ദോശ, രാത്രിയും ദോശ. അല്ല, മീൻകറി വെച്ചില്ലേ? ഇല്ല. അതെന്തേ? സമയം കിട്ടിയില്ല, വച്ചില്ല. ഇവരിവിടെ വെറുതെ ഇരിക്കില്ലേ? ഇവർക്ക് വെക്കായിരുന്നില്ലേ? ചേച്ചി, അമ്മയ്ക്ക് സുഖമില്ലായിരിക്കല്ലേ, അതുകൊണ്ടായിരിക്കും. മീൻകറി വെക്കാണ്ടിരിക്കാൻ മാത്രം സുഖക്കേടൊന്നും കണ്ടിട്ട് തോന്നണില്ല. അമ്മ വയ്ക്കാന്ന് പറഞ്ഞതാ, ഞാനാ സമ്മതിക്കാത്ത. അതെന്തേ? അമ്മ വെച്ചാലേ കറി ആവത്തുള്ളൂ. ചേച്ചിക്കും വെക്കാമല്ലോ. എനിക്ക് പറ്റില്ല. എന്നാ എൻ്റെ അമ്മയെ കൊണ്ടും പറ്റില്ല. ജോലി ചെയ്യാനില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാ ഇവിടെ നിൽക്കുന്നേ? എൻ്റെ അമ്മ ഇവിടെ വന്നിരിക്കുന്നതേ ജോലി ചെയ്യാനല്ല. പിന്നെ വെറുതെ ഇരുന്ന് ശീലമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നയാ എന്ന് കരുതി വെറുതെ വീട്ടു ജോലിക്കാരോട് പെരുമാറുന്ന പോലെ എൻ്റെ അമ്മയോട് പെരുമാറുന്നതേ എനിക്കിഷ്ടമല്ല. അനിതേ, നിർത്ത്. ആ തള്ള എന്തോ കൊതിയും കുന്നായും പറഞ്ഞെടുത്ത് നിന്റെ ഭാര്യ കിടന്ന് തുള്ളും നീ കാണുന്നില്ലേ? അനിതേ, നിനക്ക് മീൻകറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ ഞാൻ മീൻ മേടിച്ചോണ്ട് വന്നേ? പിന്നെന്താ? ഇച്ചിരി ജോലി ചെയ്യാൻ എനിക്ക് മടിയുണ്ടായിട്ടല്ല. ചേച്ചി ഇവിടെ വന്നിട്ട് ഇത്രയും നാളായില്ലേ, എന്നിട്ട് കുനിഞ്ഞൊരു കുപ്പ എടുക്കുന്ന ഏട്ടൻ കണ്ടിട്ടുണ്ടോ? അതെ, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ജയം പറയട്ടെ, ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന്. ഏട്ടൻ പറയും. ആരെയും പേടിക്കുന്നേ? അവൻ എന്റെ അനിയനാണെങ്കിലേ പറയില്ല. ആ എന്നാലേ ചേച്ചിയും അനിയനും കൂടിയിട്ട് ഓൺലൈനിൽ ഫുഡ് വാങ്ങിയും കഴിച്ചാൽ മതി. എന്തായാലും ചേച്ചിയായിട്ട് അടുക്കള കയറി ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലല്ലോ. അനിതേ, പറഞ്ഞു പറഞ്ഞു കാട് കയറായിരിക്കും. എടാ, നീ കിഴങ്ങനാണോ? നിന്റെ ഭാര്യ തുള്ളനായിട്ട് നിനക്കൊന്നും പറയാനില്ല? ചേച്ചി, അവള് പറഞ്ഞ എന്താ ചേച്ചി തെറ്റ്? ഞാൻ കുറെ ശ്രദ്ധിക്കുന്നു. ഈ വയ്യാത്ത അമ്മയെ കൊണ്ട് ചേച്ചി എല്ലാ പണിയും ചെയ്യിപ്പിക്കുന്നത്. ചേച്ചിക്ക് ഒന്ന് സഹായിച്ചൂടെ? ഓഹോ, അപ്പൊ എല്ലാവരും ഒറ്റ കെട്ടാ. ചേച്ചി, ഇതൊക്കെ ചേച്ചിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയല്ലേ സംഭവിക്കുന്നേ? ചേച്ചി ചേച്ചിയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയിന്നല്ലോ. എന്നിട്ട് അവരെന്താ അവിടെ നിർത്താത്തെ? പിന്നെ ചേച്ചിയുടെ ഭർത്താവ് ചേട്ടനെന്താ ഗൾഫിൽ കൊണ്ടുപോകാത്തെ? ഇനി മക്കള് അവർ ഹോസ്റ്റലല്ലേ നിൽക്കുന്നേ? ഇതെല്ലാം ചേച്ചിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയല്ലേ? മോളെ, ആഹാരത്തിന്റെ മുമ്പ് ഇങ്ങനെയൊന്നും പറയാതിരിക്കും. പറയുന്നതല്ലല്ലോ അമ്മേ, പറയിപ്പിക്കുന്നതല്ലേ. ചേട്ടാ, ഞാനൊരു കാര്യം പറയാം. ഇവിടെ ആർക്ക് വേണ്ടിയും ജോലി ചെയ്യാൻ ഇവിടെ ആരുമില്ല. ഇവിടെ എന്തുണ്ടാക്കുന്നോ അത് കഴിക്കാം. അതല്ല, ഇനി അവനവന് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വച്ചുണ്ടാക്കി കഴിക്കാം. അതും പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടുന്ന് പോണായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾ ഇവിടെ എല്ലാവരും പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടിയാണ് കഴിയുന്നത്. അതില്ലാതാക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. നീ അധികം അങ്ങനെ മിടിക്കാവണ്ട. ജീവിതത്തിൽ അല്പം മിടിക്കില്ലെങ്കിലേ ദേ എൻ്റെ ഈ അമ്മയും കരയുന്ന പോലെ ഞാനും ഇരുന്ന് കരയേണ്ടി വരും. സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സ്നേഹം, പോരാണെങ്കിൽ പോരും. എന്താ കഴിക്കുന്നെങ്കിൽ കഴിക്കും.